+1 ഫിസിക്സ് എക്സാമിലേക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി. +1 മാത്സ് ഉണ്ടാക്കിയ ഷോക്ക് ട്രീറ്റ്മെന്റിൽ നിന്ന് ഇപ്പോഴും കുട്ടികൾ പൂർണ്ണമായിട്ട് റിക്കവർ ചെയ്തിട്ടില്ല. NCERT സിലബസിൽ നിന്ന്, NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു എന്ന് പറയുമ്പോഴും ആദ്യമായിട്ട് ഈ ചോദ്യങ്ങൾ പബ്ലിക് എക്സാമിന് ചോദിച്ച് കണ്ട ആ ഒരു അമ്പരപ്പിൽ നിന്ന് കുട്ടികൾ ഇപ്പോഴും റിക്കവർ ചെയ്തിട്ടില്ല. സെയിം എക്സ്പീരിയൻസ് ഫിസിക്സിന് വരുമോ എന്നുള്ള ചോദ്യമായിരിക്കും പല കുട്ടികളുടെ മനസ്സിലും ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിൻ്റെ കാര്യത്തിൽ എനിക്കോ ഒരു ടീച്ചറിനോ ഇതിൽ ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ കരുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ കയ്യിൽ കിട്ടി കൂൾ ഓഫ് ടൈമിൽ നിങ്ങളത് തുറക്കുമ്പോൾ മാത്രമേ അത് വെളിപ്പെടൂ. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു റിസ്ക് എടുക്കേണ്ട മക്കളെ. +1 ഫിസിക്സ് അവരെന്ത് തയ്യാറാക്കി വെച്ചാലും മുൻ വർഷങ്ങളിലെ പോലെ സിമ്പിൾ ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കും. എന്നാൽ ചിലപ്പോൾ എന്തെങ്കിലും ട്വിസ്റ്റുകൾ അവർ കരുതി വെച്ചാൽ ആ കരുതി വെച്ചതിനും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തയ്യാറായിട്ട് തന്നെ മുന്നോട്ട് പോകണം. സോ ഫുൾ ലെവലിൽ നിങ്ങൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. ഇനിയും ഒരുപാട് ദിവസങ്ങളുണ്ട്. CS കുട്ടികൾക്ക് ഇടയിൽ ഒരു CS എക്സാം വരുന്നുണ്ടെങ്കിലും CS എക്സാമിന്റെ കേസിൽ കുട്ടികൾക്ക് പൊതുവെ ആശങ്ക കുറവായിരിക്കും. സിലബസ് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. സോ 1-2 ദിവസത്തെ റിവിഷൻ മാത്രം മതി CS-ന്. ഫിസിക്സിന്റെ കേസിൽ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞങ്ങൾ ഒരുപാട് നേരം ആലോചിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഉരുത്തിരിന്ന് വന്ന ചില ഐഡിയാസ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാണ്. സോ നിങ്ങൾക്ക് ഒരുപാട് പേര് പഠിച്ച് ഒരുവിധം ഒരു തവണയെങ്കിലും റിവിഷൻ പല ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നാൽ വലിയൊരു ശതമാനം കുട്ടികൾ ഇപ്പോഴും 14 പാഠവും എന്ത് ചെയ്തിട്ടില്ല, ഒരു തവണയെങ്കിലും റിവൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ രണ്ട് കൂട്ടർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ലൈവ് ക്ലാസ്സുകൾ ആസ് യൂഷ്വൽ ഡെയിലി രാവിലെയും ഈവനിങ്ങും ആയിട്ട് എഡ്യൂബോർഡ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് അടുത്ത എന്ത് തരാൻ പറ്റുന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നാണ് ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ ഓരോ ചാപ്റ്ററിന്റെയും ഷുവർ ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട്, അതായത് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു അരമണിക്കൂറിന്റെ റെക്കോർഡഡ് വീഡിയോ ചെയ്യാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ അതിന്റെ ടൈം ടേബിൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരികയാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് മാർച്ച് 18-നാണ്. നിങ്ങൾ ഏത് ദിവസം കാണുക എനിക്കറിയില്ല. അങ്ങനെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നല്ല റെസ്പോൺസ് ഉള്ളതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് എല്ലാ ചാപ്റ്ററും ഇതുപോലെ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ഇന്ന് അതായത് മാർച്ച് 18-ന് രാത്രി 7 മണിക്ക് വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ഷുവർ ക്വസ്റ്റ്യൻ വരും. ഈ ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്ററിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. പല കമന്റ് ഇപ്പോഴും വരും, സാർ ഇത് മാത്രം മതിയോ? ഞാൻ പറയും മാത്സ് എക്സാം പോലെ NCERT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ ഷുവർ ക്വസ്റ്റ്യൻ പോരാ എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. അങ്ങനെ നിങ്ങൾക്ക് ഫാൾസ് പ്രോമിസ് തരാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ആ ചാപ്റ്ററിലെ ഏറ്റവും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഏതെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, അതിൻ്റെ ഉത്തരം അറിയണമെങ്കിൽ നിങ്ങൾ ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. സോ പഠിച്ച് ഒരു തവണ റിവൈസ് ചെയ്ത കുട്ടികൾ ഈ വീഡിയോസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടൈമിന് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അതിലൂടെ ഗോ ത്രൂ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കുക. അത്യാവശ്യം പഠിച്ച ആൾക്കാർ ഒരു തവണ ആ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നിങ്ങൾ വീഡിയോ പൂർണ്ണമായി കാണണ്ട. ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറിയുമെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ഇറ്റ് എന്നിട്ട് ജസ്റ്റ് കമന്റ് ആയിട്ട് കംപ്ലീറ്റഡ് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക ഓരോ വീഡിയോസിന്റെ ഇടയിലും. ഇനി ഇതൊന്നും അറിയാത്ത കുട്ടികളാണെങ്കിൽ, നിങ്ങൾ പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഏത് പരിപാടിക്കും പോയാൽ മതി. ഈ കൺസെപ്റ്റുകൾ, ഈ ക്വസ്റ്റ്യൻസ് തീർത്തതിന് ശേഷം മാത്രം നിങ്ങൾ വേറെ എന്തിലോട്ടും പോയാൽ മതി. സോ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കാൻ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. ഇത് എന്തായാലും കമ്മ്യൂണിറ്റിയിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ ഫോർമാറ്റിൽ വരും. സോ ഈ ടൈമിനായിരിക്കും നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യുക. സോ വെറും 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് 14 പാഠങ്ങളുടെയും ഷുവർ ക്വസ്റ്റ്യൻസ് റെക്കോർഡഡ് ആയിട്ട് അരമണിക്കൂർ ഫോർമാറ്റിൽ വരും. തീർന്നില്ല, നിങ്ങൾക്ക് വേണ്ടി അടുത്ത സ്പെഷ്യൽ ലൈവ്, ഡെയിലി നടക്കുന്ന ചാപ്റ്റർ ലൈവിന് പുറമെ സ്പെഷ്യൽ ലൈവ്സ് നിങ്ങൾക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ മാർച്ച് 21-ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാരത്തോൺ സെഷൻ വെക്കുന്നുണ്ട്. രാവിലെ 9 മണിക്ക് തുടങ്ങുന്ന മാരത്തോൺ എന്ത് ചെയ്യാണ്, അങ്ങ് ഉച്ച വരെ ഉണ്ടാവും. ആ മാരത്തോണിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരുവിധം പകുതിയോളം ചാപ്റ്റേഴ്സ് കവർ ചെയ്യും. എന്നിട്ട് നമ്മൾ എൻഡ് ചെയ്തിട്ട് വൈകിട്ട് റമദാൻ മാസമായതുകൊണ്ട് നോമ്പൊക്കെ തുറന്നതിന് ശേഷം, അതായത് നിങ്ങളൊരു തവണ റിവൈസ്, രാവിലെ പഠിച്ച ചാപ്റ്റേഴ്സ് ഒക്കെ റിവൈസ് ചെയ്യേണ്ടത് റിവൈസ് ചെയ്യാം. ബാക്കി എല്ലാവരും ഒരു തവണ റിവൈസ് ചെയ്തിട്ട് 7 മണിക്ക് മാരത്തോൺ 2 ഉണ്ട്. തീർന്നില്ല മക്കളെ, എക്സാമിന്റെ തലേ ദിവസം നിങ്ങൾക്ക് ഡെറിവേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾമോസ്റ്റ് പകുതി മാർക്കോളം ഡെറിവേഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ എക്സാമിന്റെ തലേ ദിവസം മാർച്ച് 22-ന് ഓൾ ഡെറിവേഷൻ്റെ ഒരു ലൈവ് ഉണ്ട്. രാവിലെ 9 മണിക്കാണ്. ആൻഡ് അന്ന് വൈകിട്ട് 4:30 നമ്മൾ എന്ത് ചെയ്യും, ഷുവർ ക്വസ്റ്റ്യൻസിന്റെ ലൈവ് സീരീസും കൂടി നമ്മൾ എന്ത് ചെയ്യും. ആൻഡ് എക്സാമിന്റെ രാവിലെ റോക്കറ്റ് ലൈവ് എന്ന് പറഞ്ഞ സെഷൻ ഉണ്ടാവും. സോ ഇത്രയും കാര്യങ്ങൾക്ക് പുറമെ നിങ്ങൾക്ക് 1 മാർക്കിന്റെയും അല്ലാതെയൊക്കെയുള്ള ചെറിയ ചെറിയ കുഞ്ഞു വീഡിയോസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. സോ ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ, നിങ്ങൾക്ക് കിട്ടാൻ ആഗ്രഹമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം പേർക്ക് ഷെയർ ചെയ്യുക. സോ തംബ്നെയിലിൽ പറഞ്ഞ പോലെ ലെറ്റ്സ് മൂവ് അഗെയിൻസ്റ്റ് ഓൾ ഓഡ്സ്. നമുക്കിത് എന്ത് ചെയ്യണം, വിജയം നേടിയേ പറ്റൂ.